നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരുടെയും സഹായം സഞ്ജു വേണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു കരുതലെടുത്തേ പറ്റൂ. അങ്കിൾ എന്ത് ചെയ്യാനാ പോകുന്നത്? ആ കിച്ചനെ വിളിക്കാനാണോ? അവൻ സഞ്ജുവിന്റെ പിന്നിലുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാ. ഞാൻ ഭയപ്പെടുന്നത് ദക്ഷയുടെ ആൾക്കാരെയാ. ആ കിച്ചൺ സ്ഥലത്തുണ്ടായാൽ മതിയായിരുന്നു. ഔഷധങ്ങളുടെ അളവുകൾ കൃത്യമായിരിക്കണം. ഇത് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. തിരുമേനി ഔഷധക്കൂട്ട് തെറ്റാതെ എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടി? നന്നായി പ്രയാസപ്പെടുന്നുണ്ടല്ലേ? സാരമില്ല തിരുമേനി, പകലോ രാത്രിയോ എന്നൊന്നും അറിയുന്നില്ല. ഒക്കെ സഹിക്കുക. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ? സ്വാതിക്ക് അതിനുള്ള മനസ്സുണ്ട്. ചികിത്സയ്ക്ക് പ്രധാനവും അത് തന്നെയാണ്. ശരീരം മാത്രം വഴങ്ങിയിട്ട് കാര്യമില്ല, മനസ്സും സജ്ജമാകണം. ഞരമ്പുകൾക്ക് ഉണർവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ രക്തയോട്ടം തുടങ്ങുമെന്നാണ് എന്റെ പ്രതീക്ഷ. രക്തയോട്ടം തുടങ്ങിയാൽ സ്പർശനം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ. മുമ്പത്തെ പോലെ തന്നെയാ. ഇത് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇതിൽ ഫലപ്രാപ്തി ഉണ്ടായില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനാവില്ല. കുറഞ്ഞത് 4-5 മണിക്കൂർ ഗാഠതന്ത്രിയിലായിരിക്കും. ശരി തിരുമേനി. ആരെയും ഈ സമയത്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ശ്രദ്ധിച്ചോളാം. രാജുവേട്ടാ, സ്വാതിയുടെ ചികിത്സയൊക്കെ എങ്ങനെ പോകുന്നു? കുറച്ചു പുരോഗതിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാൽഞ്ഞരമ്പുകളിലേക്ക് നാളെ മുതൽ രക്തയോട്ടം തുടങ്ങുന്നുള്ള പ്രതീക്ഷയിലാ തിരുമേനി. അങ്ങനെയെങ്കിൽ സഞ്ജു ചെയ്യാൻ പോകുന്നത് വലിയ മണ്ടത്തരാകുമല്ലോ. അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നേ? അത് പിന്നെ സ്വാതിയുടെ കൂടെയാണോ നീ നിൽക്കുന്നത്? ചികിത്സാ മുറിയിൽ ആർക്കും പ്രവേശനമില്ല. ഞാനും അച്ഛനും അമ്മയും താമസ സ്ഥലത്താ. സഞ്ജു പറഞ്ഞ സത്യം തന്നെ. അവിടെ ആരും ഉണ്ടാവില്ല. ഈ സമയം സ്വാതിയുടെ ചികിത്സ മുടങ്ങാനും പാടില്ല. രാജുവേട്ടൻ എന്താ പറയാൻ വന്നേ? സഞ്ജുതി സഞ്ജനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കല്യാണത്തിന് മുമ്പായി സ്വാതി നടന്നു തുടങ്ങിയാലും ദക്ഷ അതൊന്നും കാര്യമാക്കില്ല. അതിനുവേണ്ടി വിവാഹ നിശ്ചയത്തിന് ശാഠ്യം പിടിക്കുന്നത് തന്നെ. കല്യാണം നടക്കാൻ ദക്ഷ ഓരോ പൂട്ടുകളിടുകയാ. അവർക്ക് കഴിയുന്നത് അവര് ചെയ്യട്ടെ. ഇന്ന് രാത്രി ഞാനൊരു പൂജ ചെയ്യും. അത് കഴിഞ്ഞ ചേച്ചിക്ക് നല്ല മാറ്റം വന്നു തുടങ്ങും. വിവാഹത്തിന് മുൻപ് ചേച്ചി നടന്നു തുടങ്ങിയിരിക്കും. അല്ല, അദ്ദേഹം എന്ത് മണ്ടത്തരം ചെയ്യാൻ പോകുന്നെന്ന് രാജുവേട്ടൻ പറഞ്ഞില്ല. അതിൽ നിന്ന് രാജുവേട്ടൻ ഒഴിഞ്ഞു മാറിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഹലോ ഹലോ സഞ്ജു വരുന്ന കാര്യം എങ്ങനെ പറയും? കട്ടാക്കിയതാ.
എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം? കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്ക് സ്വാതി. നീ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഇല്ല. നീയും ഞാനും മുറപ്പെണ്ണും മുറച്ചെറുക്കനാണെന്ന് അറിയാതെ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായവരാ. വീട്ടുകാരെ മറന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറായതൊക്കെ നീ മറന്നു. വീട്ടുകാരെ എതിർത്തിട്ടും ഒന്നാമത് ശ്രമിച്ച നമ്മൾക്ക് എങ്ങനെ രണ്ടു വഴിക്ക് പിരിയാനാവും? മോളെ സ്വാതി, കണ്ണു തുറക്ക്. സ്വാതി, നീ കണ്ണുകൾ തുറന്നില്ലെങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകും. നിന്നെയും കൊണ്ടേ ഞാൻ പോകും. അരുത്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നേ? അരുത്, നിങ്ങളിപ്പോ അതിന് ശ്രമിക്കരുത്. നിങ്ങളിപ്പോ ഈ ചെയ്യുന്നത് സ്നേഹിക്കുന്ന പെണ്ണിനോടുള്ള കൊടും പാതകമായിരിക്കും. നീ എന്തറിഞ്ഞ് സംസാരിക്കുക? നാളെ എന്റെ സഞ്ജനയുടെ എൻഗേജ്മെന്റ്. എല്ലാം എനിക്കറിയാം. നിങ്ങൾ ഇന്ന് പാഞ്ഞു വരുന്ന ഞാൻ പ്രതീക്ഷിച്ചതാ. ഒരു ചികിത്സയ്ക്ക് ഞാൻ ഇനി കാത്തു നിൽക്കുന്നില്ല. എനിക്ക് എന്റെ പെണ്ണിനെ വേണം. നിങ്ങൾ സ്വാർത്ഥനാവാണ്. ചേച്ചിയുടെ സ്വപ്നങ്ങളാ നിങ്ങൾ തകർത്ത് കളയാൻ പോകുന്നത്. ഈ കാണിക്കുന്ന ആവശ്യം കൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. ചേച്ചി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി ഇല്ലാതാക്കാനാ നിങ്ങൾ ഇപ്പൊ ശ്രമിക്കുന്നത്. നിങ്ങളും ചേച്ചിയും ഒന്നിക്കുന്നതിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. അതിനുവേണ്ടി മാത്രം ഞാനും കാത്തിരിക്കുന്നത്. പക്ഷെ അതിന് നിങ്ങളുടെ പിടിവാശി ഞാൻ അനുവദിച്ചു തരില്ല. നിങ്ങൾ ഈ നിമിഷം ഈ മുറി വിട്ട് പുറത്തു പോണം. ലക്ഷ്മി, ലക്ഷ്മി തന്നെയായി പറയുന്നത്. നിങ്ങളുടെ പ്രണയം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ഇത്. വാ. എന്റെ കൂടെ പുറത്തേക്ക് വാ. വരാൻ. ലക്ഷ്മി, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.